നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ നിർണായക വിവരം പുറത്ത്. ദുബായിൽ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി കേരളത്തിലുണ്ടെന്ന് തെളിയിക്കുന്ന രേഖ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. നിവിൻ പോളി കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന്റെ തെളിവുകളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഈ ഒരു നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ അതിനിർണായകമായ രേഖകളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? നയന സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ തെളിവുകളായി തന്നെ ഇതിനെ കരുതേണ്ടി വരും. കാരണം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ നിവിൻ പോളിക്കെതിരെയുള്ള പരാതിക്കാരി ആരോപിക്കുന്ന ദിവസം ഡിസംബർ 14, 15, 16 തീയതികളിൽ നിവിൻ പോളി കൊച്ചിയിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 13, 14, 15 തീയതികളിൽ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റൊന്ന് 16, 17 തീയതികളിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത് അരുൺ എന്ന് പറയുന്ന സംവിധായകന്റെ വെബ് സീരീസ് ആയിരുന്നു, ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസ് ആയിരുന്നു. ആ വെബ് സീരീസിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇത് വ്യക്തമാക്കുന്ന ഹോട്ടൽ ബില്ലുകളും ഒപ്പം തന്നെ അന്നേ ദിവസമുണ്ടായ ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളും ഉണ്ട്. എന്തായാലും നിവിൻ പോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചിത്രങ്ങളും കൂടാതെ ഹോട്ടൽ ബില്ലുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തന്നെ പീഡിപ്പിച്ചുവെന്ന് ഈ യുവതി ആരോപിക്കുന്ന ദിവസങ്ങളിലൊന്നും തന്നെ നിവിൻ പോളി ദുബായിൽ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും നിവിൻ പോളി നേരത്തെ തന്നെ തനിക്കെതിരെ ഉയർന്നു വന്ന പീഡന ആരോപണത്തിൽ വലിയ ആശങ്കയും ഒപ്പം തന്നെ അദ്ദേഹം വലിയ അമർഷവും രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ താനിത് നിയമപരമായി തന്നെ നേരിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ DGPക്ക് പരാതി നൽകാൻ വരെ അദ്ദേഹം തയ്യാറായിരുന്നു. എന്തായാലും വരും ദിവസം ഇത് സംബന്ധിച്ചുള്ള പരാതി DGPക്ക് നൽകും. ഒപ്പം തന്നെ തനിക്കെതിരെയുള്ള കേസ് മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിന് പകരം ഈ കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് നിവിൻ പോളി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് നിവിൻ പോളി ഇത്തരത്തിൽ താൻ നിരപരാധിയാണ് എന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ വന്നിരിക്കുന്ന പീഡന കേസ് അത് കെട്ടിച്ചമച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നത്. നയന സഹൻ, അതായത് ഈ സ്വാഭാവികമായും സംഭവം നടന്നത് വിദേശത്താണ് എന്ന ആരോപണമുള്ളപ്പോൾ ആ ദിവസം നാട്ടിലുണ്ട് എന്ന തെളിവ് മാത്രം പോരെ ഈ ഒരു അന്വേഷണത്തിൽ ഏറെ വഴിത്തിരിവാകാൻ? അത് അന്വേഷണ സംഘത്തിന്റെ വിവേചന അധികാരത്തിൽ നിൽക്കുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നത് ശരിയല്ല എങ്കിലും കൂടിയും ഇത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമാകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്വേഷണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനോ സാധ്യതയുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ വിവേചന അധികാരമാണ്. അത് സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു കമന്റ് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നത്. പക്ഷേ തന്റെ ഭാഗം വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ തന്റെ ഭാഗത്തുള്ള ശരികൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ കഴിയുന്ന തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഹാജരാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുവിടുന്നത്. എന്തായാലും പരാതിക്കാരുടെ ആരോപണങ്ങളെല്ലാം സംശയ നിഴലാകുന്നതാണ് ഈ തെളിവുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പരാതിക്കാരുടെ എന്തെങ്കിലും പ്രതികരണം ഇനി വരേണ്ടതുണ്ട് അല്ലേ? അതന്നെയാണ്, അങ്ങനെയാണ്. പരാതിക്കാരി ഇത് സംബന്ധിച്ച ഒരു വ്യക്തമായ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ പരാതിയിൽ പറയുന്ന ദിവസങ്ങൾ ഡിസംബർ 14, 15, 16, 17 തീയതികൾ 6 ദിവസത്തോളമാണ് തന്നെ പീഡിപ്പിച്ചതായി ദുബായിലെ ഹോട്ടലിൽ പീഡിപ്പിച്ചതായി ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ നിവിൻ പോളി കൊച്ചിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സഹിൻ, ഈ ഒരു ഹോട്ടൽ ബില്ലിനപ്പുറം ഒരു ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? കാരണം ഇപ്പോൾ ഹോട്ടൽ ബില്ലിന്റെ തെളിവുകളൊക്കെയാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ സിനിമാ പ്രവർത്തകർ തന്നെ CCTV ദൃശ്യങ്ങളടക്കം ഇനി പരിശോധിച്ച അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയൊക്കെ എങ്ങനെയാണ്? അത്തരം ബില്ലുകളും ഇനി പുറത്തു വരും. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾക്ക് മുന്നോടിയായാണ് ഈ ബില്ലുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വരുന്നതായിരിക്കും. എന്തായാലും കേസന്വേഷണത്തിൽ ഏറെ നിർണായകം തന്നെയാകും ഈ രേഖകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഏറെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി കേരളത്തിലുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. നിവിൻ പോളി കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന്റെ തെളിവുകളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. സഹിൻ, ഈ ഒരു കേസന്വേഷണത്തിൽ ഏറെ നിർണായകം തന്നെയാകും ഈ രേഖകൾ അല്ലേ?
അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു നയന. ഈ ഘട്ടത്തിൽ എന്തായാലും നിവിൻ പോളി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു തനിക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ നടക്കുന്ന ഈ കേസിൽ തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. എന്തായാലും അത്തരത്തിലുള്ള തെളിവുകളും അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി അന്വേഷണത്തിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ വിവേചനാധികാരത്തിലോ അപ്പൊ തന്നെ അന്വേഷണ സംഘം അവർ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അത് അന്വേഷണത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടാൽ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യാനാണ് ഏറെ സാധ്യതയുള്ളത്. തീർച്ചയായും ഏറെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഏറെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി കേരളത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത്. സഹിൻ, അതായത് ഗൂഢാലോചന ഉണ്ട് എന്നായിരുന്നു നിവിൻ പോളി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന എന്ന നിവിന്റെ ആരോപണത്തിന് ശക്തി പകരുന്നതല്ലേ ഈ തെളിവുകൾ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം അദ്ദേഹം ആദ്യമേ തന്നെ ഇത്തരത്തിൽ പറഞ്ഞിരുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് ഇതിന് പുറകിലുള്ളത്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതുകൂടി ഈ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ ആദ്യഘട്ടമായിരിക്കാം അദ്ദേഹം ഇത്തരം ബില്ലുകളും അദ്ദേഹം പങ്കെടുത്തിരുന്ന ഈ വെബ് സീരീസ് അടക്കമുള്ളവയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഏറെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സഹിൻ, നമുക്ക് നിവിൻ പോളി ഈ ഒരു പരാതി വന്ന ഈ ഒരു കേസ് എടുത്തതിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് വ്യക്തമായിരുന്നു ആ വാക്കുകളിൽ. അത് വ്യക്തമായിരുന്നു നയന. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു തനിക്കെതിരെ വ്യക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും, തനിക്ക് വേണ്ടി സംസാരിക്കാൻ താൻ മാത്രമേ ഉള്ളൂ, എന്തായാലും ഇത് നിയമപരമായി തന്നെ നേരിടും, നിയമം കൊണ്ട് മാത്രമേ താൻ കളിക്കുകയുള്ളൂ, ആ നിയമത്തിന്റെ വഴിയേ താൻ സഞ്ചരിക്കുകയുള്ളൂ, അക്കാര്യമെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരം തെളിവുകൾ പുറത്തുവിടുന്നതും നിയമത്തിന്റെ വഴികളിലൂടെ തനിക്ക് നീതി നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ തെറ്റ് സംഭവിക്കാത്ത വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരം തെളിവുകൾ പുറത്തുവിടുന്നതെന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ ഏറെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. ആരോപണ ദിവസം നിവിൻ പോളി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ദുബായിൽ ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി കേരളത്തിലുണ്ട്. കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു നിവിൻ പോളി ആ ദിവസം. ഇക്കാര്യം വ്യക്തമാക്കുന്ന ഹോട്ടൽ ബില്ലാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിലായിരുന്നു നിവിൻ. പീഡനം നടന്നെന്ന് പറയുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്ന സംവിധായകൻ PR അരുൺ 2023 ഡിസംബർ 14 വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. 15-16 ദിവസങ്ങളിൽ തന്റെ വെബ് സീരീസ് ആയ ഫാർമയിൽ അഭിനയിക്കാൻ ആലുവയിൽ എത്തിയെന്നും അരുൺ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ പറയുന്ന ഡിസംബർ 15 ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന ഞങ്ങളൊരു വെബ് സീരീസ് ഉണ്ട്, ഫാർമ എന്നത്. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിൻ പോളിയാണ്. അപ്പൊ നിവിനും മറ്റൊരുപാട് അഭിനേതാക്കളും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം അഭിനയിച്ച ഒരു രംഗത്തിന്റെ ഷൂട്ട് ഡിസംബർ 15 ആലുവയിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ അന്നത്തെ ഷൂട്ടിംഗ് ദിവസത്തെ ചിത്രങ്ങൾ, വീഡിയോകൾ എല്ലാം ഉണ്ട്. അന്നത്തെ ദിവസം നിവിൻ പോളി ഞങ്ങളുടെ കൂടെയാണ്. ഫാർമയുടെ ഷൂട്ടിംഗ് സെറ്റിലാണ് നിവിൻ പോളി 15-ാം തീയതിയും 16-ാം തീയതിയും എല്ലാം. സഹിൻ കൂടി തുടരുന്നുണ്ട്. സഹിൻ, കൂടുതൽ വിവരങ്ങൾ. നയന, അത് തന്നെയാണ് അരുൺ ഫാർമ സംസാരിക്കുന്നത് വെച്ച് വ്യക്തമാണ് കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് നിവിൻ പോളി തന്നോടൊപ്പം ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിക്കുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ ഫാർമ എന്ന വെബ് സീരീസിൽ അഭിനയിക്കുന്നു. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹം കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംബന്ധിച്ചുള്ള ഹോട്ടൽ ബില്ലുകളും ചിത്രങ്ങളും എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. നിവിൻ പോളി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിയമപരമായി മാത്രമേ താൻ
ഈ കേസിനെ കാണുന്നുള്ളൂ. ആ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ആന്റിസിപ്പേറ്ററി ബെയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് തന്നെയായിരിക്കും പോകുക. ഒരുപക്ഷെ ഇത്തരം തെളിവുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും കൃത്യമായി തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ആരോപണം ഉന്നയിച്ച ദിവസങ്ങളെ കുറിച്ച് അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നില്ല. പകരം അദ്ദേഹം ഹോട്ടൽ ബില്ലുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ആ ദിവസം ഇന്ന ദിവസമായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകരെ അടക്കം അവരുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്തായാലും നിവിൻ പോളി തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ അതിശക്തമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരു സൂചനയായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. നായന. യെസ്, സഹൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.